സല്യൂട്ട് ഭാരത്. ഇന്ന് സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സർ, നമ്മുടെ ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാർ എങ്ങും എത്താതെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും ബലാബലം പിടിക്കുമ്പോൾ സാർ, ഈ അന്തരീക്ഷം ഇനി എങ്ങനെയായിത്തീരും? യുദ്ധത്തിന്റെ അന്തരീക്ഷം ഇപ്പോ വളരെ ഒരു ലോലമായ ഒരു പ്രദേശത്തിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. അമേരിക്ക ആണെങ്കിൽ ഗുരുതരമായ വിഷയത്തിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടി നേരിടുന്ന പ്രശ്നമാണെങ്കിലും ഒക്കെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് അമേരിക്ക കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഡ്രോൺ ആക്രമണത്തില് രാവണങ്ങൾ അവര് ഇന്റർസെപ്റ്റ് ചെയ്തു UAE. എന്നാൽ മൂന്നാമതൊരെണ്ണം അവരുടെ ജനറേറ്ററിൽ പോയി ഇടിച്ചു വീഴുകയും തീപിടുത്തം ഉണ്ടാകുകയും ചെയ്തു. എന്തായാലും ഭാഗ്യവശാൽ ഈ വലിയ അണുവിസ്ഫോടനങ്ങളോ അതല്ലെങ്കിൽ അവരുടെ റിയാക്ടറിനോ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അന്താരാഷ്ട്ര ഈ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, റേഡിയോ ആക്ടിവിറ്റി സംഗതികളൊന്നും അവിടെ നിന്ന് പ്രവഹിച്ചിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം ഭദ്രമാണ്. എന്നാൽ ഇതിന്റെ ആരാണ് ഈ ഡ്രോൺ അയച്ചത് എന്നുള്ളത് അതിന്റെ അവകാശം ആരും ഏറ്റെടുത്തിട്ടില്ല. ഇറാൻ പറയുന്നു ഇത് അമേരിക്ക തന്നെ ഈ ഇവിടുത്തെ പ്രശ്നം കുത്തിപ്പോക്കാൻ വേണ്ടിയിട്ട് UAE നേർക്ക് വിട്ട ഡ്രോണാണ് എന്ന് തങ്ങളുടെ പുറത്ത് പഴിചേരാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്തതാണ് ഈ സംഗതി എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്തായാലും വളരെ ഗുരുതരമായ ഒരു സംഭവമായിട്ടാണ് ഇന്നലെ അത് സംഭവിച്ചിരിക്കുന്നത്. കാരണം ആണവ റിയാക്ടറിന്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ നേർക്കാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അപ്പോ അത് അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്തത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ ഇത്രയും വലിയ ഒരു ഇപ്പം നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് UAE അയൺ ഡോം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അത്രയും വലിയ ഈ യുദ്ധ സമാനമായ അന്തരീക്ഷത്തിൽ ഇത്രയും കാവലും നിരീക്ഷണവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ 3 ഡ്രോണുകൾ എങ്ങനെ അവിടെ വന്നു എന്നുള്ളത് വലിയ വിഷയമാണ്. അത് അമേരിക്കയുടെ നിരീക്ഷണ സംവിധാനത്തിന് കബളിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഇറാനാണ് വിട്ടതെങ്കിൽ അവരത് ഏറ്റെടുക്കുകയും ചെയ്യേണ്ടതാണ് സ്വാഭാവികമായിട്ട്. കാര്യം അവര് ഒരു അമേരിക്കയുടെ പുറത്തൊരു പഴി ചാരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടു എന്ന് തോന്നുന്നില്ല. രണ്ടായാലും ഇപ്പോഴും ട്രംപ് പറയുന്നത് ഒരു മീഡിയേഷൻ ടോക്ക് അതല്ലെങ്കിൽ ആ ഒരു ഈ കരാറിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. ട്രംപ് ഒരേ സമയം ഭീഷണിയും ഉയർത്തുന്നു, അതേ സമയത്ത് ഈ രീതിയിൽ കരാറിലേക്ക് നീങ്ങാനുള്ള സംഭാഷണങ്ങൾ വളരെ സജീവമായിട്ട് നടക്കുന്നു എന്നും പറയുന്നത്. അപ്പൊ ഇതിനിടയിലാണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് അമേരിക്കയെ വിശ്വാസമില്ലാതായി മാറിയിരിക്കുന്നുണ്ട് ഇറാനെ സംബന്ധിച്ചിട്ട്. അതിനകത്ത് ഇറാനെ കുറ്റം പറയുന്നതിന്റെ കാര്യമില്ല. കാരണം ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച ജനീവയിൽ വളരെയധികം പ്രോഗ്രസ് ചെയ്ത സമയത്താണ് കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്ക ഇറാനുമായിട്ട് യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയ്ക്കുള്ള വിശ്വാസ്യത ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽപ്പുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ കരാർ വരുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ 14-15 തീയതികളിൽ ഇവിടെ ഡൽഹിയിൽ നടന്ന ബ്രിക്സ് മീറ്റിംഗ്, ആ ബ്രിക്സ് മീറ്റിംഗിൽ ഈ പറഞ്ഞ ഈ വിഷയ വിഭാഗീയത ഉണ്ടാവുകയൊക്കെ ചെയ്തു. എന്നിട്ട് അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ വളരെയധികം ശക്തമായിട്ട് അഭ്യർത്ഥിച്ചു ഇതിനകത്തൊരു മീഡിയേഷൻ ടോക്കിന് വേണ്ടി ഇന്ത്യ ഇടപെടണം. കാരണം പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ എന്നതിനേക്കാൾ വെറും ഒരു പോസ്റ്റ്മാൻ മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. പാകിസ്ഥാന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നാൽ ഇന്ത്യ ഇടപെടണം എന്ന് വളരെ ശക്തമായിട്ട് ഇറാൻ ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അതിനോട് ഇന്ത്യ എങ്ങനെ അനുകൂലമായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയമാണ്. കാരണം ട്രംപുമായിട്ടൊക്കെ ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിശ്വാസ്യതയില്ലായ്മയാണ് ഈ മീഡിയേറ്റേഴ്സിനെ പിന്നിലേക്ക് വലിക്കുന്നത്. കാരണം ഒരു ഉറപ്പും മീഡിയേറ്റേഴ്സ് ആരെങ്കിലും മീഡിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മധ്യസ്ഥന് ശ്രമിക്കുമ്പോൾ ഈ മധ്യസ്ഥർക്ക് ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു വശത്ത് പോയിട്ട് ചർച്ച ചെയ്ത് മറ്റൊരു ഉറപ്പ് നേടിക്കൊണ്ട് വരാൻ പറ്റുകയുള്ളൂ. പക്ഷെ ട്രംപുമായിട്ടുള്ള ഒരു ഇടപെടലില്ല, അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ്
മധ്യസ്ഥർ പോലും പിൻവാങ്ങുന്നത്. അപ്പൊ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന പോസ്റ്റ്മാൻ അല്ലാതെ വരെ മധ്യസ്ഥരില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഈ ഒരു കാലാവസ്ഥയിലാണ് ഇന്ന് ഈ ഇറാൻ വാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗൾഫ് മേഖലയിൽ ആകെ ഈ പ്രശ്നമായിട്ട് ഇപ്പൊ കുവൈറ്റിലേക്കും ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ സൗദി അറേബ്യയിൽ ആക്രമണം ഉണ്ടായെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം UAE-യിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതുപോലെ സൗദി അറേബ്യയിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ഇപ്പൊ അവിടെ ഈ വെസ്റ്റ് ഏഷ്യ തന്നെ വളരെയധികം ഇപ്പം സൗദി അറേബ്യയും UAE-യും തമ്മിൽ ഈ പറഞ്ഞതുപോലെ നല്ലൊരു സൗഹാർദ്ദത്തിലല്ല. അവർ ഒപ്പക്കിൽ നിന്ന് UAE പിന്മാറി. സൗദി അറേബ്യയും അവരും തമ്മിലൊരു ആന്തരികമായ വളരെ നാളായിട്ടുള്ള സംഗതിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു അസ്വാരസ്യം. മറ്റേ അതിനപ്പുറത്തേക്ക് നമ്മൾ പറയുന്നത് ശരിയല്ലാത്തത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഇപ്പൊ രണ്ട് രീതിയിലുള്ള ബ്ലോക്കേഡാണ് ഹോർമൂസിലുള്ളത്. ഇപ്പം ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഹോർമൂസിന്റെ പരമാധികാരം തങ്ങൾക്ക് വേണം എന്നുള്ള ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ എങ്കിൽ മാത്രമേ ഈ ഇറാൻ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഈ നയതന്ത്ര ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാനുള്ള ഒരു വിലപേശലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോ ഇപ്പൊ രണ്ട് രീതിയിലുള്ള ബ്ലോക്കേഡാണ് ഈ ഹോർമൂസ്. ഒന്ന് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ളത്, മറ്റൊന്ന് ഇറാന്റെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു അസന്നിഗ്ധമായ ഒരു സന്നിഗ്ധമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ ഇറാൻ വാർ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പുതിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ 15-ാം തീയതി മുതൽ ഇസ്രയേലും ലെബനനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ 45 ദിവസത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോ അതും ഒരു അനുകൂല സാഹചര്യമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇപ്പൊ ഏതാണ്ട് യുദ്ധം 3/4 ഭാഗം നിലച്ച അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധം ഏതാണ്ട് അവസാനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ആ നിൽപ്പെന്ന് പറഞ്ഞാൽ ഏത് നിമിഷം പൊട്ടി പുറപ്പെടാവുന്ന ഒരു അവസ്ഥയും. അപ്പൊ അതുകൊണ്ട് ഈ ഹോർമൂസിലെ വിഷയം സാർ, ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇടപെടുകയാണ് സാർ. ഈ ഹോർമൂസിലെ വിഷയം ഇനി എങ്ങനെയായിത്തീരും സാർ? കാര്യം ഇറാൻ അതിലൊരു വലിയ കടുംപിടുത്തം പിടിക്കുകയാണല്ലോ. അത് എങ്ങനെയാവും? മറ്റു രാജ്യങ്ങൾ ഇപ്പോ ചൈനയെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി US ശ്രമിച്ചു. പക്ഷേ അതിലെങ്ങും തൊടാതെ ചൈന പോയി. റഷ്യ എങ്ങും ഒരു തരത്തിലും അടുക്കാതിരിക്കുന്നു. അപ്പൊ ഈ ഹോർമൂസ് വിഷയം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അത് തീർക്കേണ്ടതല്ലേ സാർ? ഇറാന്റെ വല്ലാത്തൊരു കൈകടത്തൽ ഹോർമൂസ് വിഷയത്തിൽ കാണുന്നില്ല? അത് എല്ലാ രാജ്യങ്ങളെയും വല്ലാത്ത നമ്മുടെ ഈ ചരക്ക് കപ്പലുകൾ അല്ലാതെയുള്ള എല്ലാം തന്നെയും ഹോർമൂസ് കടലിന് അകത്ത് തന്നെ വേറെ ഒരുപാട് വിഷയങ്ങൾ ഉൾപ്പെട്ടിരിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഹോർമൂസ് വിഷയം ഇറാൻ ഇത്രയും ശക്തമായിട്ട് പിടിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരർത്ഥത്തിൽ ഒന്ന്, അമേരിക്കയുടെ ഫ്രീസ് ചെയ്ത ഫണ്ട് റിലീസ് ചെയ്യണം. അതേപോലെ യുദ്ധത്തിനുള്ള നഷ്ടം പരിഹരിക്കണം, അമേരിക്ക പരിഹരിക്കണം. മറ്റൊന്ന്, അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പ്രശ്നമാണ്. അവർ വേണമെന്നുണ്ടെങ്കിൽ റഷ്യയിലേക്ക് വരെ മാറ്റാൻ തയ്യാറാവും. പക്ഷെ അതിന് അമേരിക്ക എത്രമാത്രം സന്നദ്ധമാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അബ്ബാസ് അരഗാച്ചി വീണ്ടും റഷ്യയിൽ എത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം റഷ്യ ചെയ്തിരുന്ന സഹായങ്ങൾക്കെല്ലാം നന്ദി പറയുകയുണ്ടായി. അപ്പൊ ഈ രീതിയിൽ ഒരു അവസ്ഥയാണ് ഇപ്പം നമുക്ക് നിലനിൽക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഇറാൻ ഈ കടുംപിടുത്തം പിടിച്ചിട്ട് ഹോർമൂസിന്റെ പരമാധികാരം തങ്ങൾക്കാണ് എന്നുള്ളത് സ്ഥാപിച്ചിട്ട് അവരുടെ ഒരു വിലപേശൽ തന്ത്രവും അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ ഭാവിയിൽ ഇടപെടുന്നതിനൊക്കെയുള്ള ഒരു പിടിവള്ളിയായിട്ടും ഹോർമൂസിനെ ഇറാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് ഈ അമേരിക്ക ഏത് രീതിയിലുള്ള ഒരു നീക്കുപോക്കുകൾക്ക് തയ്യാറാകും എന്നുള്ളതിനനുസരിച്ചിരിക്കും. എന്തായാലും ഏതെങ്കിലും ഒരു കരാറിലേക്ക് എത്തുന്നത് തന്നെയാണ് എന്റെ ഒരു പൂർണ്ണമായ ഒരു നിരീക്ഷണം. വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ എപ്പോഴും പൊട്ടിത്തെറിയുടെ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും അടുത്ത ഡെവലപ്മെന്റ്സ് എന്ന്. സാറ് പറയുന്ന പോലെ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ധരിക്കാൻ സാധ്യതയുള്ളൂ, അല്ലെ സാർ? അങ്ങനെ ധരിക്കാനേ നിവൃത്തിയുള്ളൂ. അതെ. നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.